വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 2. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യണത് ഒരു സ്റ്റുഡിയോയിലാണ്. നിങ്ങൾക്ക് ഈ സെറ്റപ്പ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റുഡിയോ ഉള്ളത് ഒരു കോളേജിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ അതിന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മുമ്പത്തെ പോഡ്കാസ്റ്റിലുണ്ടായിരുന്ന ആദിൽ തന്നെയാണ്. അപ്പോൾ ആദിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, മീഡിയ കോർഡിനേറ്ററായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അതിലായിരിക്കും. ഈ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു ജോലിക്ക് നീ എങ്ങനെ എത്തിയത്? ഇവിടെ തന്നെ പഠിച്ചാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഈ കോളേജിന്റെ പേര് MS അസ്മാവി കോളേജ് എന്നാണ്. അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സുണ്ട്, ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ. അപ്പോൾ ഞാൻ അതിൻ്റെ സെക്കൻഡ് ബാച്ചിൽ 2018 സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സാണ്. സെക്കൻഡ് ബാച്ച് 2019 ഇവിടെ ജോയിൻ ചെയ്യുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് അന്ന് ഇത്രയും സെറ്റപ്പുകൾ ഇല്ല നമുക്ക്. ഒരു പ്രസൂൺ സാറാണ് സാറുണ്ട്, ആളാണ് ഞങ്ങളുടെ HOD ആയിട്ട്. സാറിൻ്റെ ഒരു ക്യാമറ ഉണ്ട്, അത് വെച്ചിട്ട് വേണം ഒരു 30 പേര് പഠിക്കണമെങ്കിൽ. അപ്പം അതിന് ബേസായിട്ട് കോഴ്സ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായി വരാൻ വെച്ചാൽ BVOC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരണുള്ളൂ. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പിന്നെ വെസ്റ്റ് ഫോർഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു ശ്യാംദർ സാറിൻ്റെ അവിടെ ഒരു സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് മൈനാക് സാറ്, ഞങ്ങളെ വേറൊരു സാറാണ്, ആളായി പിന്നെ HOD. അപ്പോൾ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, മീഡിയ ബേസ്ഡ് ആണ് കൂടുതലും. ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റുഡിയോ തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ തിയേറ്റർ അതിൻ്റെ ഇൻചാർജ് പോലെ പ്ലസ് കോർഡിനേറ്റർ, അതായത് ഇവിടുത്തെ വർക്കുകൾ വരുമ്പോൾ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യുക ആ രീതിയിൽ. അങ്ങനെ ജോബിൽ കയറുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇപ്പം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണ ഒരു സ്റ്റുഡിയോയിലാണ്. ഞാൻ പിന്നെ ഇവിടുത്തെ ഒരു എഡിറ്റിംഗ് അതിനോടനുബന്ധിച്ചുള്ള എഡിറ്റിംഗ് ഷൂട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. ബാക്കി എന്തൊക്കെ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് എനിക്കറിയാത്ത. ഗ്രീൻ സ്ക്രീൻ ഉണ്ട്, കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും ആ ഗ്രീൻ സ്ക്രീനുള്ള ഷൂട്ടിംഗ് ഫ്ലോറിലാണ്. പിന്നുള്ളത് നമുക്ക് എഡിറ്റിംഗ് ഷൂട്ട് 4 ബെൻക്യൂവിൻ്റെ ഒരു സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം നമുക്കൊരു വർക്ക് ചെയ്യാം. പിന്നെ ഒരു സൗണ്ട് എഡിറ്റിംഗ് ഷൂട്ട്, സൗണ്ട് റെക്കോർഡിങ്, ഡബിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്. പിന്നെ ഒരു തിയേറ്റർ നമുക്ക് വരുന്നുണ്ട്. തിയേറ്ററാണ് ശരിക്കും ഈ കോളേജിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. അതെ, എന്തെങ്കിലും ഒരു മീഡിയ ഇപ്പൊ തിയേറ്ററുകളുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു 1-2 കോളേജുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് തിയേറ്റർ ഉണ്ടെന്ന്. പിന്നെ ഈ ഒരു സെറ്റപ്പ് ശരിക്കും വരുന്നത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അല്ലെങ്കിൽ മീഡിയ കോളേജ് അങ്ങനെ വരുമ്പോൾ. ഇതൊരു മീഡിയ കോളേജ് അല്ല, ഫുൾ ബാക്കിയുള്ള ഡിഗ്രി കോളേജാണ്. അവിടെ ഇതിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. അല്ല, സാധാരണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഇതൊക്കെ ചെയ്തിരിക്കുന്ന മാനേജ്മെന്റ് ആണ്. അവർക്ക് അതിൻ്റെതായ ഫണ്ട് ഇതിനായിട്ട് വേറൊരു ഇതിലേക്ക് മാറ്റം. ഗവൺമെന്റ് അല്ല, സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണിത്. അപ്പൊ മാനേജ്മെന്റ് തന്നെ ഫണ്ട് ഇറക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ഇപ്പൊ പിള്ളേർ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്നുമില്ല, ഒരു ക്യാമറ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് പിന്നെ വളരെ ലിമിറ്റഡ് സോഴ്സ് ആണ് ആ സമയത്ത്. അതെ, ഇപ്പൊ ഒരു പിള്ളേർക്ക് പ്രൊജക്ടുകൾ ചെയ്യാം. അത്യാവശ്യം വലുതായി, കോഴ്സ് വലുപ്പമായി. അപ്പൊ അതാണ് ഇവിടെ തിയേറ്റർ ഉണ്ട് നമുക്ക്, അതുപോലെ സ്റ്റുഡിയോ, സൗണ്ട് ഡബ് ചെയ്യാം. ഒരു പ്രൊജക്റ്റിനാണെങ്കിൽ പോലും ഒരു ഷോർട്ട് ഫിലിം ആ രീതിയിലൊക്കെ ആണെങ്കിലും എടുത്ത് എഡിറ്റ് ചെയ്ത് തീർക്കാവുന്ന തരത്തിലുള്ള അത്യാവശ്യം ഒരു സെറ്റപ്പ് കൂടി ഉണ്ട്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോ സാധാരണ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡർ ചെയ്താൽ ഇതൊക്കെ അവർക്കുള്ളതാണ്. കാരണം അതില്ലാണ്ട് അവിടെ പറ്റില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നീ പറഞ്ഞു മാനേജ്മെന്റിന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സിന് ഇത്രയും
ഒരു സപ്പോർട്ടിങ് കൊടുക്കാൻ സാധാരണ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞാനൊരു സമയത്ത് ഇങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളൊരു പ്ലാൻ ഇതായിരുന്നു. നമുക്ക് ബേസ് അറിയാത്തതുകൊണ്ട് അതിൽ നിന്ന് പഠിക്കാം, അങ്ങനെ പോയി പഠിക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ മിക്കവാറും ഈ BA മൾട്ടിമീഡിയ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെയും അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും അങ്ങനത്തെ പർപ്പസുകളൊക്കെ ഉണ്ടാവും. പക്ഷേ വല്ലാണ്ട് ഇപ്പോൾ സൗണ്ടിനോ അല്ലെങ്കിൽ ഒരു തിയേറ്ററോ അത്രയ്ക്കൊന്നും ഇത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് അത്രയ്ക്കും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സിന് മാത്രമായിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മ ഇവിടെ ഒരു അലിഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് വർഷം ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാ. അപ്പൊ ഞാന് ഉള്ളപ്പോഴൊന്നും ഇല്ല, ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തതിനു ശേഷം ഒരു പ്രാവശ്യമാണ് അലിഫിൽ ഞാൻ കൂടുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ചെയ്ത സമയത്ത് ബിജു സാർ എന്ന് പറഞ്ഞിട്ട് ആണ് ഞങ്ങളെ പ്രിൻസിപ്പാളായിരുന്നു. ഇത് നടക്കുന്ന സമയത്ത് ആൾ തന്നെയാണ് പ്രിൻസിപ്പാള്. അപ്പോൾ പുള്ളിയുടെ മുന്നിൽ നമ്മളെ പിള്ളേർ ഈ മൈനാക് സാറും പ്രസോൺ സാറും അടക്കമുള്ള ആൾക്കാർ പുള്ളിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് നമുക്ക് ഇത്രയും പരിപാടികൾ ചെയ്യാൻ പറ്റും. ഒരു ഫിലിം ഫെസ്റ്റിവൽ തന്നെ നമുക്ക് കണ്ടിട്ട് ഫിലിം അലിഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ കൂടെ വർക്ക് ചെയ്തെങ്കിലും അസ്മാബിയുടെ ഫിലിം പ്രൊഡക്ഷൻ്റെ അല്ല, അസ്മാബിയുടെ തന്നെ ഒരു എന്താ വാട്ടർ മാർക്ക് എന്നൊക്കെ പറയില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കോളേജിനും കൂടി റീച്ച് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം കാണിച്ചപ്പോൾ ബിജു സാറിന് തന്നെ തോന്നി പിള്ളേര് അവർക്ക് പണി അറിയാം, അവർക്കത് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് വേണം. അങ്ങനെ മാനേജ്മെന്റിനോട് സംസാരിച്ച് മാനേജ്മെന്റിനും ഓക്കെ ആയി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് വരുന്നത് തന്നെ. ഇപ്പൊ ഈ ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ എങ്ങനെയാണ്, അത്യാവശ്യം എങ്ങനെയാണ് റീച്ച് ഉണ്ടോ, അത്യാവശ്യം പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടോ, എങ്ങനെയാണ്? മെയിനായിട്ട് ഇതാണ് സ്റ്റുഡൻസിനാണ്, പിന്നെ ഡെലിഗേറ്റ്സ് പാസ് ഇത്ര ഇത് നമുക്ക് കൊടുക്കണുണ്ട്. ഇപ്പൊ ഒരു തിയേറ്ററൊക്കെ അതിന്റെ ലിമിറ്റേഷൻ ഉണ്ടാവും. അല്ല, നമുക്ക് ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെയും സ്ക്രീൻ ചെയ്യും. ഓഡിറ്റോറിയത്തിലാണ് ഇത് ഫസ്റ്റ് ചെയ്ത് കാണിച്ചതും. അതിനുശേഷം ആണ് തിയേറ്റർ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോഴാണ് പിന്നെ തിയേറ്ററിലും കൂടി 2 സ്ക്രീനായിട്ട് നമുക്ക് കുറച്ചുകൂടി വലുതാക്കി ചെയ്യാൻ പറ്റണത്. ഇപ്പോൾ തിയേറ്ററാണ് വരണമെങ്കിലും 43 സീറ്റ് നമുക്ക് അഫോർഡബിൾ ആണ്. കുറച്ചൊരു VIP സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് പിള്ളേർ. മറ്റേ നോർമൽ വലിയ സീറ്റിങ്ങിലേക്ക് പോവാണ്ട് അത്യാവശ്യം കുറച്ച് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഡിഗ്രി ആണല്ലോ, ഡിപ്ലോമ അല്ല. ഇപ്പോൾ സാധാരണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ ഡിപ്ലോമ ആയിട്ടാണ് കൊടുക്കൽ. ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, സിനിമയിൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ചെന്നാൽ പണി അറിയാവുന്ന മാത്രമേ ഉള്ളൂ, അവിടെ നോക്കുള്ളൂ. നിനക്ക് ഡിഗ്രി ഉണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് അവിടെ ചോദിക്കില്ല. അപ്പോൾ അത് പക്ഷേ ഇപ്പോൾ ഈ ഡിഗ്രി ആഡഡ് ആണല്ലോ, ഡിഗ്രി ആയിട്ടല്ലേ ഈ കോഴ്സ് വരുന്നത്, ഡിപ്ലോമ അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനൊരു സാധ്യതയില്ല ജോലി. ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ചാനലിലോ അങ്ങനെയൊക്കെ ഒരു സാധ്യതയില്ലേ? അതായത് നമുക്കറിയാലോ, ഇപ്പോൾ നീ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട് VFX. ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം. അതെ, VFXന്റെ മാത്രം. ഞാനാണെങ്കിൽ സൗണ്ടിന്റെ മാത്രം. അപ്പോൾ നിനക്ക് എത്ര ചിലവ് വന്നുണ്ട്? എനിക്കൊരു 1.5 ലക്ഷം ഒറ്റ കോഴ്സിന്. ഓക്കെ, എനിക്കും ഏകദേശം അത്ര അതിൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം നീ VFX പഠിക്കുമ്പോഴും നമ്മൾ അത്രയും പൈസ കൊടുത്ത് പഠിച്ചാലും എവിടെ പോയാലും ബേസിക്കലി നമുക്ക് പറഞ്ഞു തരുള്ളൂ അവർ. ബാക്കി പിന്നെ നമ്മളെ കഴിവാണ്. അതൊക്കെ ഒരു 50,000 രൂപയ്ക്ക് ഒരു 3 വർഷം കൊണ്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഡിഗ്രിയും കിട്ടുമ്പോൾ അഡ്വാൻറ്റേജ് ആണ്. അതാണ് ഈ കോഴ്സിൻ്റെ മെയിൻ കാര്യം. പിന്നെ ഇവിടെ ഇപ്പം എന്നുവെച്ചാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും പുറത്തുനിന്ന് ഒരു വർക്ക് ചെയ്യല്ലേ അങ്ങനെ കുറവാണ്. ഇപ്പം നമ്മളെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞത് സനൻ സാർ എന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് പുതിയ പ്രിൻസിപ്പാൾ ഇതിലെല്ലാ ആളും ഇരിക്കുന്നത് ഇൻചാർജ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ പോലും എനിക്ക് ഒരു പ്രിൻസിപ്പാളിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ആളിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളി കുറച്ചും കൂടിയും പ്രൊഫഷണലാവാൻ നോക്കിയിട്ടുണ്ട്, ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രോഗ്രാംസ് അത്യാവശ്യം ആൾക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അത് എനിക്ക് ആളെന്ന് നമ്മളുടെ രീതിയിൽ തോന്നേണ്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റി എനിക്ക് ആളെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മള് മറ്റേ പ്രമോദ് സാറില്ല, മറ്റേ മീഡിയ വണ്ണിൽ, അതുപോലെ ശശികുമാർ സാറും ചെയർമാനും പ്ലസ് നമ്മൾ ലൗഡ് സ്പീക്കറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവർ രണ്ടുപേരും വെച്ചിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അത് നമ്മൾ പിള്ളേരെ കൊണ്ട് തന്നെ സാറിന് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കവർ പിള്ളേരും പിന്നെ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു മീഡിയ കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെ പയ്യന്മാര് രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചെയ്തെങ്കിലും പഠിക്കാന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൂടുതലും നമ്മളാണ് DFP ആണ് അത് കൂടുതൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം അവര് നല്ല രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒന്നാമത് അവരെ പ്രസന്റേഷൻ രസമാണ്. മീഡിയ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ, അവര് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് ആ പ്രോഗ്രാം കണ്ടിരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേറെ വർക്കുകളുള്ളതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. ഞാനായിട്ട് എഡിറ്റ് ചെയ്യണ സമയത്ത് അപ്പോഴൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിള്ളേർ അത് നല്ല രീതിയിൽ കണ്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കലോത്സവം നടന്നിരുന്നു, ഉപജില്ല കലോത്സവം. അപ്പോൾ അതിൽ ഫസ്റ്റ് കലോത്സവക്കാർ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് വന്ന് പ്രിൻസിപ്പാളിനെ സംസാരിച്ചിരുന്നു. ഫുൾ കവർ നമ്മൾ പിള്ളേർ ചെയ്യാനായിട്ട്. പക്ഷെ ഞാനപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ HOD അമർജിത് സാറാണ്. മറ്റുള്ള മറ്റു രണ്ട് മൈനാക് സാറാണെങ്കിലും പ്രസന്റ് സാറാണെങ്കിലും അവർ ഇവിടെ നിന്ന് ഇപ്പോൾ ഇല്ല, റിസൈൻ ചെയ്ത് പോയി. അപ്പോൾ ഇപ്പോൾ അമർജിത് സാറാണ് HOD. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു അത് കുറച്ച് റിസ്ക് ആണ്. കാരണം അതിൻ്റെതായ കാരണം ഇതൊക്കെ അപ്പീലുകൾ പോകേണ്ട കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ടീമിന് ഈ പ്രോഗ്രാമിന്റെ വീഡിയോസ് കവർ ചെയ്യുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരായിരിക്കും അതിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരാം. അപ്പോൾ പിന്നീട് അവർ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ റീല് പോലെ പ്രൊമോഷൻ ചെയ്ത പോലെ അത് ഓക്കെ, അത് സനൻ സാറ് ചെയ്ത് എടുത്തു, നമ്മൾ ചെയ്തു. പിള്ളേർ അത്യാവശ്യം ഇപ്പം അതിൽ വന്നേക്കണത് മുഷരിഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട്, കരീം, അല്ല അദ്നാൻ, പിന്നെ 2-3 അമീർ, അങ്ങനത്തെ കുറച്ച് പിള്ളേരുണ്ട്. അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഈ പോഡ്കാസ്റ്റ് ആണെങ്കിലും അവരാണത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് ഇങ്ങനത്തെ കുറേ ഫെസിലിറ്റി, ഇങ്ങനത്തെ കുറേ അത്യാവശ്യം എത്താനായിട്ട് നമ്മളെ പ്രിൻസിപ്പാൾ തന്നെ മുൻകൈ എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമാണല്ലോ. അപ്പം ആ രീതിയിലൊക്കെ ഇവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്നും ഇല്ലാത്തൊരു സംഭവമല്ല. എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഇപ്പോൾ മറ്റു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരു കുറ്റമായിട്ട് പറഞ്ഞല്ല. അവിടെ നിന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്നുള്ള സ്ഥലത്ത് ഒരു പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം പോസിബിൾ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലുകൊണ്ട് ഇപ്പോൾ ഒരു പടത്തിലേക്കൊക്കെ അവരിപ്പോൾ ഡയറക്ഷൻ ടീമിലാണെങ്കിൽ അസിസ്റ്റായിട്ട് കയറ്റി തരും. അല്ലെങ്കിൽ ഇപ്പോൾ CG ഇപ്പോൾ ഞാൻ VFX ടീമാണെങ്കിൽ പോലും ഞാൻ പഠിച്ചു കൊടുത്ത ട്രെയിനിങ് സെക്ഷനിൽ അവർ കയറ്റും. നമ്മൾ പടങ്ങളിൽ ഓൺഗോയിങ് പോണ പടങ്ങൾ വർക്ക് ചെയ്യും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു സ്കില്ല്, അവിടെ നിന്ന് നമ്മളൊരു സ്കില്ലുണ്ട്. പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനും ആണെങ്കിൽ പോലും, ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ പോലും ചെയ്യാനുള്ളൊരു സ്കില്ല് കിട്ടും. ഇപ്പം 6 സെമ്മാണ്, ഇപ്പം അത് മാറി 8 സെമ്മായിട്ടുണ്ട്. 4 ഇയറായി. മറ്റേ ഡിഗ്രി മാറ്റിയല്ലോ. അപ്പൊ എന്നാലും 3 ഇയർ ആയിരുന്നപ്പോഴും ഇവർക്ക് ഓരോ സെമ്മിലും ഓരോ പ്രൊജക്ട്, ലാസ്റ്റ് ഇന്റേൺഷിപ്പ്. അപ്പൊ അങ്ങനത്തെ രീതിയിലും ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഇങ്ങനെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഏതൊരു ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുകൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പൊ നമ്മളുടെ പോഡ്കാസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ ചെലവില്, പൈസ കുറവില് നമുക്ക് ഇത്രയും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പഠിക്കാം. VFX ഇവർക്ക് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് VFXകൾ ഗ്രീൻ സ്ക്രീനൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പം അത് പഠിക്കാം. അതുപോലെ സൗണ്ടിന് ഇവിടെ നമുക്ക് പ്രോ ടൂൾസ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ പഠിക്കാം, ഷൂട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫിലിംസ് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും. 2-3 OTTs നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇപ്പോ സിനിമയെ പറ്റി ഒരു ധാരണയിൽ ഇതിക്ക് എങ്ങനെ എത്തിപ്പെടൂന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പയ്യന് സിനിമ പഠിക്കാന്ന് വെച്ചാൽ എല്ലാവരും എറണാകുളത്തേക്കാണ് പോവാ. സിനിമ അവിടെയാണല്ലോ. അവിടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് എക്സ്പെൻസീവ് ആണ്. കാരണം അവിടെ നിൽക്കണം. അതിപ്പോ ഇവിടെ ആണെങ്കിലും വന്ന് നിൽക്കണം. പിന്നെ കോളേജ് ആകുമ്പോൾ ഹോസ്റ്റലുണ്ട്, എന്നാലും അതിനൊരു ചെറിയ ഫീ ഉണ്ടാവും. പിന്നെ വെച്ചാൽ ഇതാണ് അവിടുത്തെ ഫീ ആണ് നമ്മളെ സംബന്ധിച്ച് ഓരോ കുട്ടിക്കും
അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം പറഞ്ഞാൽ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ വന്നു പോകുന്നവരാണെങ്കിൽ തന്നെ ട്രാവല് അങ്ങനെ നോക്കണം, ഫുഡ്, പിന്നെ അതിന് പുറമെ നമ്മൾ ഫീസും കൂടി നോക്കണ സമയത്ത് കൂടുതലാണ്. അപ്പോൾ പക്ഷേ വെച്ച് കഴിഞ്ഞാൽ ഓരോ കോഴ്സിൻ്റെതായിട്ടുള്ള ഡിമാൻഡ് വെച്ചിട്ടാണ് അവർ ഫീസ് ഇൻക്ലൂഡ് ചെയ്യണം അതിൽ. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനത്തെ ഒരു ധാരണയില്ല, അല്ലെങ്കിൽ സിനിമയിലേക്ക് എനിക്ക് എത്തണം. പക്ഷേ അന്നാ എനിക്കൊരു ഇപ്പോൾ ചിലവരൊക്കെ പറയണത്, ഇപ്പോൾ ഞാൻ ടോവിനോടൊക്കെ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഡിഗ്രി എടുത്തിട്ട് പൊക്കോ, ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പം അങ്ങനെ പറയണ ടോവിനൊരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെന്തെങ്കിലും ട്രൈ ചെയ്ത് ഫെയിലായാൽ പോലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതിന്റെ ബേസിൽ ഒരു ജോലി നോക്കാൻ പറ്റും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിരുന്ന കുട്ടികൾ ഇപ്പൊ ഞാൻ ഇവിടെ കയറി, അതുപോലെ നമ്മളെ കൂട്ടുകാരനുണ്ട് ഹരി എന്ന് പറഞ്ഞിട്ട്, അവൻ കട്ട് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് കമ്പനിയിൽ വർക്ക് എനിക്കറിയാം, നമ്മ ഒരുമിച്ച് ഷോർട്ട് ലിമിറ്റ് വർക്ക് ചെയ്തില്ല. അങ്ങനെ ഇപ്പൊ ഒരു കമ്പനി ബേസിൽ കയറണമെങ്കിലും കയറാം, അല്ലെങ്കിൽ ഇപ്പൊ അബ്ദു മറ്റേ നമ്മളെ കുറച്ച് അതുപോലത്തെ കുറച്ച് പേരുണ്ട്. അബ്ദുവിനെ എനിക്ക് അറിയാലോ, നമ്മളെ ഷോർട്ട് മുസമ്മില് അവരൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എഡിറ്റിങ് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇത്രയും ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഔട്ട്സൈഡേഴ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മളാണെങ്കിൽ ചെയ്യുമ്പോൾ പോലും മുമ്പ് ചെയ്ത് തരുന്ന സമയത്ത് ഡബിങ്ങിന് വേറെ ഷൂട്ടിൽ പോവും, മറ്റേ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫ്രീലാൻസ് എഡിറ്ററോ അല്ലെങ്കിൽ ഹയർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി നമ്മൾ ചെയ്യിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ഫിലിംസിന് പൊതുവേ സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. എന്തെങ്കിലും അവാർഡ് പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ സ്ക്രീനിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടേക്ക് എങ്ങനെയാണ് ഒരു ആക്സസ്? നമുക്കിപ്പോൾ മാനേജ്മെന്റ് അത്യാവശ്യം നമ്മളോട് സപ്പോർട്ടായിട്ടുള്ള മുമ്പത്തെ മാനേജ്മെന്റിൽ ചെയർമാനായിട്ട് അഷ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. ആളത്യാവശ്യം സിനിമയിൽ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്താണ്. റൈറ്റിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആളായിട്ട് എനിക്ക് നല്ല കമ്പനി എന്ന് പറഞ്ഞാൽ ആൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ ആളായിട്ട് പോയി സംസാരിക്കും, നമ്മളോട് ഭയങ്കര കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ട സപ്പോർട്ട് മാനേജർ തരുന്നുണ്ട്. ഇപ്പം കയറിയിട്ടുള്ള ഷൈനിക്ക എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ട് ഉള്ളതും. അപ്പോൾ അവരൊക്കെ ആണെങ്കിലും നമ്മളെ ഈ ഒരു പരിപാടി വരുമ്പോൾ നമുക്ക് അത്രയും പ്രൊഫഷണൽ രീതിയിൽ തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് നല്ല സപ്പോർട്ട് അവർ തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ പ്രസൂൺ സാറിൻ്റെ ക്യാമറയായിരുന്നു, ആളുടെ ഓൺ ക്യാമറ കോളേജിലില്ല. ഞങ്ങൾ കോഴ്സ് മാത്രമേ ഉള്ളൂ. അതെ, എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ് ആണല്ലോ. ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയി തേർഡ് ഇയറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സോണി ആൽഫ 6400 എന്ന് പറഞ്ഞ ക്യാമറ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമുക്കിപ്പോൾ ഒരു M3 ഉണ്ട്. ഇപ്പോൾ ലൈറ്റ്സ് ഒരു 5-6 ലൈറ്റ്സ്, ഒരു അത്യാവശ്യം ഒരു വർക്ക് ചെയ്യാനുള്ളൊരു ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇത് മറ്റൊരു രീതിയിലും ഇതൊരു വരുമാനം കൂടി ആക്കാം. അതായത് ഔട്ടേഴ്സിന് ഇതൊരു ഇവിടെ ഷൂട്ടിംഗ് ഗ്രീൻ സ്ക്രീനൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ ചെയ്യുന്നവർക്ക് അതും ചെയ്യാം. അതുപോലെ ഡബ് ചെയ്യാം, തിയേറ്ററും അപ്പോൾ ഇതിനൊരു ചെറിയൊരു ചാർജ് പുറത്തുള്ളതിനെക്കാട്ടും കുറഞ്ഞിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചാർജിൽ ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പം അത് ആയി വരുന്നുള്ളൂ. അങ്ങനെ സംസാരം ഞാൻ പ്രിൻസിപ്പാളിനോട്, അതായത് സനൻ സാറിനോട് സജസ്റ്റ് ചെയ്തു, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയും ചെയ്യാന്ന് പറയുമ്പോൾ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് അറിയില്ല. ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ തന്നെ ഇത്രയും നീ പറഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇവിടെ പഠിച്ചിറങ്ങിയവർക്ക് പോലും കുറെ പേർക്ക് ഇത് അറിയാം. പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഫോട്ടോസൊക്കെ കാണിക്കുമ്പോഴാണ് ആടാ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു ചാർജ് അത് നിലവിൽ ഓഫീസായിട്ട് ബന്ധപ്പെടാം. ഓഫീസിന്റെ നമ്പർ നമുക്ക് കോഴ്സിനെ പറ്റിയിട്ടാണെങ്കിലും ഇവിടെ പിന്നെ വേറെ കോഴ്സുകളുണ്ടല്ലോ ഡിഗ്രി ബേസിൽ അല്ലാണ്ട്. അതെ, അപ്പൊ അതിൽ അന്വേഷിക്കാം. ഓഫീസിന്റെ ഇത് കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ കോളേജിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അത് ഇങ്ങനെ വരുന്നത് നമ്മളെ പിള്ളേർക്കും ഗുണമാണ്. നമുക്ക് നമ്മളെ പിള്ളേരെ അസിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കൂടി ചോദിക്കാം.
ഇപ്പോൾ സിനിമ ഷൂട്ടുകൾ വരണമെങ്കിൽ ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്യുന്ന ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ പിള്ളേരെ അല്ല പിന്നെ ഈ കോളേജിലൊരു സിനിമ ഷൂട്ട് ചെയ്യേണ്ട വന്നാൽ പോലും പുറത്തുനിന്ന് എന്തെങ്കിലും സിനിമ ഷൂട്ട് ചെയ്യേണ്ട വന്നാൽ പോലും എന്തെങ്കിലും കോർഡിനേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു കോളേജിലെ മാനേജ്മെന്റ് ഇത്രയും പൊതുവേ അറിയില്ല, ചിലപ്പോൾ ചെയ്യണവരുണ്ടാവും. പക്ഷെ നമ്മുടെ അറിവില് അങ്ങനല്ല. പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞ സംഭവം കൂടുതൽ ഒഴിവാക്കുന്ന അതിലൊരു കരിയർ ഇല്ല, റിസ്ക് ആണ്. പക്ഷെ കരിയർ ഇല്ല എന്നുള്ള രീതിയിൽ അത് എപ്പോഴും സ്റ്റേബിൾ അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് സിനിമ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു കോഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് വെച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാവാറുണ്ട്. അല്ലാണ്ട് മൾട്ടിമീഡിയ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബേസ് മാത്രം ബാക്കി ഡിഗ്രി ബേസിൽ തന്നെ പോകുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ അത്രയും ഇമ്പോർട്ടൻസ് അത് എനിക്ക് കുറച്ച് പുതിയതാണ്. കാരണം അത്രയും കോളേജിന്റെ ഉള്ളിൽ അത്രയും പഠിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മളൊരു കസിൻ ഇവിടെ ബിയോക്കിന്റെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് പഠിക്കാനുണ്ടായി. അപ്പോൾ ആൾ പറഞ്ഞിട്ടാണ്, അപ്പോൾ എനിക്ക് ആ സമയത്ത് സിനിമ എന്നുള്ള കണ്ടു തുടങ്ങിയ സമയത്ത് ആൾ പറഞ്ഞു ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അങ്ങനെ ഹെൽപ്ഫുള്ളായി. അങ്ങനെയാണ് ഞാനിവിടെ കയറുന്നത്. പക്ഷെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നല്ല കുറച്ച് കൂട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഭാവിയിൽ സിനിമ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ കോഴ്സിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. അത് ഡിഗ്രി കോഴ്സാണല്ലോ, അപ്പൊ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എക്സാം ഉണ്ട്, എൻട്രൻസ് ഉണ്ട്. അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ കിട്ടുള്ളൂ. എൻട്രൻസ് ഉണ്ട്. ഒരു ഇത്ര സീറ്റിലേക്ക് എഴുതി കുറച്ച് എന്തെങ്കിലും അറിയണവർക്ക് മാത്രമേ അവരവിടെ അഡ്മിഷൻ കൊടുക്കുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് ഓപ്പൺ ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് നോർമലായിട്ട് പ്ലസ് ടു കഴിഞ്ഞ് അതെ അത് പിന്നെ പറഞ്ഞില്ല തോന്നല്ലേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോഴ്സാണ്. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് മറ്റു ഡിഗ്രികൾ എങ്ങനെ അപ്ലൈ ചെയ്യാം അതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ വെറുതെ ഒരു ഡിഗ്രിക്ക് വേണ്ടി വരുന്നവരും ഇതിലുണ്ട്. അപ്പൊ അത് ബാക്കിയുള്ള ഏത് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാൻ കുറച്ച് മാർക്ക് പൊതുവെ അങ്ങനെയുള്ളവർക്ക് അക്കാദമിക്സിൽ മാർക്ക് കുറവായിരിക്കും എന്തായാലും. ഇപ്പൊ ഞാനിവിടെ ട്രൈ ചെയ്തതാണ്. എൻ്റെ ഞാൻ ഒരു വർഷം നീ കഴിഞ്ഞിറങ്ങണേക്കാട്ടും മറ്റേ ഒറിജിനൽ പ്ലസ് ടു കിട്ടാണ്ടായപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് ചെയ്തിട്ട് പ്ലസ് ടു ചെയ്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോവിഡിൻ്റെ ഇടയിലായ കാരണം എക്സാം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പ്ലസ് ടുവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജും കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത് ഈ കോഴ്സ് ആയിരുന്നു. നീ പറഞ്ഞിട്ടും നമുക്ക് ഫിലിം റിലേറ്റഡ് ആയിട്ട് പഠിക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ പക്ഷേ ഇതിൽ കിട്ടിയില്ല. എനിക്ക് പറഞ്ഞാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ട ഒരു രീതി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സജസ്റ്റ് ചെയ്യാവുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്കിൽഡ് ആയെന്ന് പറഞ്ഞാൽ അതിനായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ഒരു പ്ലസ് ആയിരിക്കും. ഇതിപ്പോ ബാക്കിയുള്ള പിള്ളേരെ അത് ചിലപ്പോൾ ബാധിക്കും, അതും പ്രശ്നമാണ്. ഞങ്ങളെ ഇതില് പകുതി പേര് ഫിലിമും പകുതി പേര് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള അങ്ങനെ വന്നവരുണ്ട്. അപ്പൊ കൂടുതൽ അത് മറ്റുള്ളവർക്ക് ഈ പോഡ്കാസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം കൂടി അത് തന്നെയാണ്. ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഡിഗ്രി കോഴ്സ് തന്നെ ചെയ്യാം എന്ന ഒരു ഫിലിമിന്റെ രീതികളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ ആൾക്കാരെ എത്തിക്കാന്നുള്ളതാണ്. അപ്പൊ ഇത് മറ്റേ ഡിഗ്രി കോഴ്സായിട്ട് ഇത് ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ള ലെവലിലേക്ക് ആവുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഇപ്പൊ അതില് ഒന്നും ഇല്ലാതെ ഡിഗ്രി ആഗ്രഹിച്ച് വന്നിട്ടും ഇതിക്ക് പാഷനേറ്റ് ആയിട്ട് പോകുന്ന പിള്ളേരുണ്ട് കേട്ടോ. മറ്റേ പഠിച്ചു തുടങ്ങുമ്പോ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ട് അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നു തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഫെസിലിറ്റി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് തന്നെയാണ് ഈ കോഴ്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ആസ്മാബി എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കോളേജാണ്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു കോഴ്സ് അറിയില്ല, അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആ കോഴ്സിന് ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട്, ഇത്രയും ഫെസിലിറ്റി ഉണ്ട്. വെറുതെ ക്ലാസ്സിലെത്തി തിയറി പഠിപ്പിക്കില്ല സാധനമുണ്ട്. അപ്പൊ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാക്സിമം കവർ ചെയ്ത് ഓൾമോസ്റ്റ് മറ്റു കോഴ്സുകളും ഉണ്ട്. ഇപ്പൊ ബിയോക്കി തന്നെ
കുറച്ചും കൂടി കൈത്തൊഴിൽ പോലത്തെ ലോജിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ ഫിഷ് പ്രോസസ്സ്, ട്രാവൽസ് ആൻഡ് ടൂറിസം ആൻഡ് ട്രാവൽസ്, അങ്ങനെ എന്തോ ഒരു കോഴ്സ്. അപ്പോൾ അതുപോലെ മറ്റൊരു മീഡിയ കോഴ്സാണ് ഞാൻ പറഞ്ഞ പോലെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം. അതും അത്യാവശ്യം അവരും വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള പിള്ളേരൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം കവർ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതൊരു അറിയാത്ത ഒരാൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ല, നമുക്ക് ഒരു കണ്ടന്റിനുപരി ഇങ്ങനൊരു കോഴ്സ് എല്ലാവരും അറിയണം. കാരണം ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫിലിമിനായിട്ട് ബന്ധപ്പെട്ടത് കൂടിയാണ് ഇങ്ങനത്തെ ഒരു സാധനം പരിചയപ്പെടുത്തിയതും. കാരണം നമ്മൾ ഫിലിം റിലേറ്റഡ് ആണ്, ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരൊക്കെ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കൈസ് അങ്ങനെ. അപ്പോൾ അതും പണി പഠിച്ചിട്ട് അപ്പൊ അത് വേറെ കഥയാണ്, വേറെ ഒരു അവസരം വരുമ്പോ. അപ്പോൾ ഇതില് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മൾ എല്ലാ ഈ ഇവിടുത്തെ എല്ലാ പരിപാടികളും ഫെസിലിറ്റികളൊക്കെ കവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ നമ്മൾ ഫിലിം റിലേറ്റഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് പോഡ്കാസ്റ്റിലേക്ക് ആയിട്ട് കൊണ്ടുവന്നത്. കാരണം ഇത് ഇങ്ങനെയുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കുറച്ച് പേർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റിൽ മറ്റൊരു കണ്ടന്റായിട്ട് നമുക്ക് വീണ്ടും കാണാം.